ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഓണം സീരീസിലെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് കാലത്തൊന്നും വ്ളോഗ് ചെയ്തിട്ടില്ല കേട്ടോ. കാലത്ത് കുറെ ക്ലീനിങ് പണികളും വീഡിയോ അപ്ലോഡ് ചെയ്യലും അങ്ങനത്തെ കുറെ അല്ലറ ചില്ലറ പണികൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇന്ന് ഈവനിങ്ങിന് ടൗണിലേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഓണത്തിന്റെ ഒരുപാട് കാഴ്ചകൾ കാണാം, പിന്നെ തൃക്കാരപ്പനെ മേടിക്കണം. ഇപ്രാവശ്യം അമ്മ വീട്ടില് തൃക്കാരപ്പന ഉണ്ടാക്കിയായിരുന്നു, പക്ഷെ പറഞ്ഞില്ല അമ്മ മുന്നേ ഉണ്ടാക്കി. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരായിരുന്നു എങ്ങനെ ഉണ്ടാക്കി. വീട്ടിൽ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ആ ഈർക്കിലൊക്കെ കുത്തി വെക്കാൻ നല്ല ഭംഗിയിൽ പൂക്കളൊക്കെ വെക്കാൻ പറ്റുള്ളൂ. മേടിക്കുന്നതിന് അത്രയ്ക്ക് അങ്ങോട്ട് കുത്താനുള്ള സൗകര്യം കുറവായിരിക്കും, അപ്പൊ അത് പൊടിഞ്ഞു പോവും. അപ്പം എനിക്കിപ്പോ അത് ഉണ്ടാക്കാൻ നമുക്ക് മണ്ണും കാര്യങ്ങളൊക്കെ കളിമണ്ണ് കിട്ടുകയാണെങ്കിൽ ഒക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്യായിരുന്നു. പക്ഷെ അത് കിട്ടാനുള്ള ചാൻസ് കുറവാ. അല്ലെങ്കിൽ പിന്നെ ഓട്ട് കമ്പനിയിലൊക്കെ പോയിട്ട് എടുക്കുകയൊക്കെ വേണം. നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം, അടുത്ത തവണ നമുക്ക് നോക്കാം. അപ്പൊ ഇപ്പൊ അതൊക്കെ വാങ്ങിക്കാൻ പോവാണ്. പിന്നെ കുറച്ച് എല്ലാവരും ചില്ലറ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പൊ ആമിയുടെ ഇവിടെ ഒരു പരീക്ഷണത്തിലാണ് കേട്ടോ. ആമി ഇവിടെ ഡോണറ്റ് പരീക്ഷണത്തിലാണ്. ഇത്രയും സാധനം വേസ്റ്റ് അല്ലേ. ഇതാണ് ആമിയുടെ ഡോണറ്റ്സ്. ഞാൻ കാണിച്ചാലേ ഇത്രയും സംഭവം ആമിയുടെ. ഇത് വേസ്റ്റ് ആണോ? വൈകുന്നേരം തിന്നോ. ഇത് പൊടിച്ച് ബ്രെഡ് പൊടിച്ചിട്ട് കട്ട്ലൈറ്റ് ഉണ്ടാക്കാനൊക്കെ നല്ലതുകൊണ്ട് അങ്ങനെ വേഗം ഉണ്ടാക്കുന്ന പാപ്പന്മാര് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അന്ന് 2 പാപ്പന്മാരും ആമീരി അതിൽ 2 പാപ്പന്മാര് ലാൻഡ് ചെയ്തിട്ടുണ്ട്. സനിപ്പാപ്പനും അനിക്കുട്ടൻ പാപ്പനും രണ്ടുപേരും ഒരു ദിവസം അല്ല ഇന്നലെ അനിക്കുട്ടൻ ലാൻഡ് ചെയ്തു, പക്ഷെ വന്നിട്ടില്ലേ, കണ്ടിട്ടില്ലേ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പൊ ആമിയുടെ ഡോണറ്റ് ആണ് ഇന്നത്തെ ഞങ്ങളുടെ ഈവനിങ് സ്നാക്ക്. ഞാനപ്പോൾ ഫുഡ് കഴിച്ചിട്ടുള്ളൂ കേട്ടോ. തലേ ദിവസത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യണതിൽ ചെറിയൊരു ലാഗിങ്ങും കാര്യങ്ങളും വന്നിട്ട് ഞാൻ അതുമ്മലായിരുന്നു. അതുകൊണ്ട് ഫുഡൊന്നും എനിക്ക് ഇറങ്ങണ്ടായിരുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ലേറ്റ് ആയിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത് കേട്ടോ. അപ്പൊ 4 മണിക്ക് ഇറങ്ങണമെന്ന് ഞാൻ പറഞ്ഞത് അവളുടെ അടുത്ത്, പക്ഷെ ലേറ്റ് ആയി. ആസ് ഓൾവേസ് ലേറ്റ് ആയി. കാരണം ഇത് ഉണ്ടാക്കാൻ നിന്നിട്ട് അത്യാവശ്യം സൈറ്റിന്റെ പോണ വഴിയിൽ വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആമിയുടെ ഡോണറ്റ് കഴിക്കാനുള്ള ഭാഗ്യം അഭിചേട്ടനും ഉണ്ടായി. അഭിചേട്ടൻ അത് കഴിച്ച് നോക്കിയപ്പോൾ നമ്മൾ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയതാന്ന് നമുക്ക് അറിയുന്നത് കൊണ്ട് അങ്ങനത്തെ ഒരു ഫീല് തോന്നിയായിരുന്നു. ഗൈസ്, നമ്മുടെ ഡോണറ്റ് റെഡിയായി. കഴിച്ചോക്കാം. ഈശ്വര, അതുണ്ട്, ഞാൻ ഇപ്പൊ കഴിച്ചു. ശരിയാ, കടച്ചു. ചുറോളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന് ടേസ്റ്റ് ഉണ്ടാവും എനിക്കിത് അറിയില്ല. അതിൽ കുറച്ച് ഡയറി മിൽക്ക് ഉണ്ട്, നോക്കിയിട്ട് വരാം. എങ്ങനെയുണ്ട് ഡോണറ്റ്? എങ്ങനെയുണ്ട് ഡോണറ്റ്? എങ്ങനെയുണ്ട് ഡോണറ്റ്? എങ്ങനെയുണ്ട് ചോദിക്കുമ്പോ ഞാൻ ബ്രാഹ്മിൻ സാമ്പാർ പൗഡർ ട്രൈ ചെയ്തു. ഹബിസാമിഷിലും കഴിക്കുന്ന വീഡിയോ എടുത്തു. വീഡിയോ വൈറലായി. സാമിഷിലും സാമ്പാർ സാമ്പാർ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ടേസ്റ്റ് ഉണ്ടെന്ന് പറയാറുണ്ട്, പക്ഷെ ഞാൻ പറയട്ടെ, സാധാരണ ഒട്ടാറുണ്ടോ വയല് പോലെ? നമ്മള് നമ്മള് ക്രിസ്പി എടുക്കുന്ന തിന്നാറില്ലല്ലോ, കടയിൽ നിന്ന് വെച്ച് തണുത്തിട്ടല്ലോ തിന്നാറ്. ചിലപ്പോ അതാവും. മറ്റേ സാധനം കുറച്ച് ഹാർഡായി. എന്നിട്ട്
ഇത് ബ്രെഡ് കൊടുത്തുണ്ടാക്കിയതാട്ടാ. ബ്രെഡിന്റെ സാധനല്ലേ ഇത് ബ്രെഡ് ഡോണറ്റാ, സാധാരണ ഡോണറ്റ് അല്ല. അത് ഇത് ഫ്രീസറിൽ വെച്ചു, അതാണോ? പാല് വെച്ചിട്ടില്ലേ? ഇത് വെറുതെ ബ്രെഡ് മാത്രം വെള്ളം കുറച്ചുണ്ടാക്കിയുള്ളതാ. ഡോണറ്റിനെ പറ്റിയിട്ടുള്ള ചർച്ചയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. പല ഗവേഷണങ്ങൾ അത് ശരിയായിട്ടില്ല, ഇത് ശരിയായിട്ടില്ല എന്നൊക്കെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എനിക്കും ഒരു വായിൽ ഒട്ടുന്ന ഒരു ഫീൽ എനിക്ക് തോന്നിയായിരുന്നു. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഡോണറ്റ് ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ലല്ലോ. കടയിൽ നിന്ന് മേടിക്കുന്നതിന് ടോട്ടൽ ഫീൽ എനിക്ക് തോന്നി. പക്ഷെ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു. പിള്ളേർ പറയണ കടയിൽ കിട്ടുന്നതിനേക്കാൾ അടിപൊളി ടേസ്റ്റ് ഇതിൻ്റെയാണ്. പക്ഷെ അവർക്ക് തോന്നുന്ന ഒരു ഫീൽ ഞാൻ പറയട്ടെ, ഡയറി മിൽക്ക് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഡയറി മിൽക്കിലെ ടേസ്റ്റ് ഇങ്ങനെയൊന്നും തോന്നുമല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ടൗണിലേക്ക് ഇറങ്ങിട്ടോ. ടൗണിൽ ശരിക്കും ഓണം മൂഡ് കറക്റ്റ് തുടങ്ങിട്ടോ. അയ്യോ എൻ്റെ പൊന്നെ, ടൗണിലേക്ക് കിടന്നത് നല്ല രസമാണ്. ബ്ലോക്ക് ഉണ്ട്, കാർ എടുത്തൊന്നും ടൗണിൻ്റെ ഭാഗത്തേക്ക് കടക്കാനേ പറ്റില്ല. പക്ഷെ പൊള്ളി വൈബാപ്പോ തൃശ്ശൂർ കേട്ടോ. ആദ്യം ഇങ്ങനത്തെ ഒരു ഇത് അവിടെ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ചിലപ്പോൾ പക്ഷെ ഞാൻ പോകാണ്ടായിരിക്കാം. മേ ബി നിങ്ങൾ മുന്നൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു എക്സിബിഷൻ സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതിനുള്ളിൽ പിന്നെ അങ്ങനത്തെ കൈത്തറി വസ്ത്രങ്ങൾ, പിന്നെ തൃക്കാരപ്പൻ, പൂക്കൾ, പിന്നെ മറ്റേ ആയുർവേദിക് ഉൽപ്പന്നങ്ങൾ, അങ്ങനെ ഒരുപാട് സ്റ്റോളുകളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് കണ്ടൊരു 3D ആനിമേഷൻ ഇതിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ അവിടെ ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്തു. ഞങ്ങൾ പിന്നെ കണ്ട് നടന്നല്ലോ. ഞങ്ങളുടെ ഓണക്കോടിയൊക്കെ ഞങ്ങൾ മുന്നേ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊന്നും അങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തൃക്കാരപ്പനെ വാങ്ങിക്കാനാണ് ഞങ്ങൾ മെയിനായിട്ട് അങ്ങോട്ട് വന്നത് കേട്ടോ. പിന്നെ അവിടെ പറഞ്ഞു ഒരു 300 രൂപയാണ് 3 സെറ്റ് തൃക്കാരപ്പന് പറഞ്ഞത്. ഞങ്ങൾ എന്തായാലും പുറത്തും കൂടി നോക്കാം, കാരണം ഇവിടെയൊക്കെ കുറേ അച്ചാച്ചന്മാരൊക്കെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നോക്കി റേറ്റുകളൊക്കെ നോക്കിയിട്ട് നമുക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു അച്ചാച്ചൻ വയ്ക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. കണ്ട ഇതൊക്കെ പൂക്കളാണ്, കടലാസ് പൂവൊന്നുമല്ല കേട്ടോ. അത്യാവശ്യം നാളെ നിൽക്കും. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ പേഴ്സണലി ഇവരുടെ ചെണ്ടുമല്ലിയുടെ 2 കളറിലായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാനൊരു വലുതും ഞാൻ ഇതിനപ്പുറം വെക്കാൻ പറ്റില്ല, അതിൻ്റെ ജസ്റ്റ് ചെറുതും, പിന്നെ 2 കുഞ്ഞന്മാരെ മേടിച്ചു പുറത്ത് വെക്കാനായിട്ട്. നമ്മൾ ഗേറ്റിൻ്റെ അവിടെയും വെക്കും, ഒന്നും കിണറിൻ്റെ സൈഡിലും വെക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കിണറിൻ്റെ അവിടേക്ക് വെച്ച് എങ്ങനെയായാലും ഇപ്പോൾ മഴയൊക്കെ പെയ്യാണെന്നുണ്ടെങ്കിൽ അത് എന്തായാലും നനയും. അപ്പോൾ വലുതൊന്നും വാങ്ങിച്ചിട്ട് കാര്യമില്ല. ഒരു വർഷത്തേക്കായിട്ട് അത് യൂസ് ചെയ്ത് പിന്നീട് അത് കളയാമെന്ന് തന്നെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞാൻ പൂവൊക്കെ ഒന്ന് എടുത്ത് നോക്കിയിരുന്നു കേട്ടോ, വെറുതെ ഒരു രസത്തിനെടുത്ത് നോക്കി. പക്ഷെ വാങ്ങിച്ചൊന്നുമില്ലേ. ആദ്യമൊക്കെ അമ്മ മണ്ണ് കുഴച്ചിട്ടുണ്ടാക്കുമായിരുന്നു. എനിക്കറിയാം ഇങ്ങനെ പലകയിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ടൊക്കെ. ഞാൻ ഞങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരായിരുന്നു. പക്ഷെ അത് ഇപ്രാവശ്യം മിസ്സായിപ്പോയി. എന്നിട്ട് അമ്മ നമ്മുടെ ഇഷ്ടിക ഉണ്ടല്ലോ, ചുമന്ന ഇഷ്ടിക പൊടിച്ച് വെള്ളത്തിൽ ചാലിച്ച് ഇങ്ങനെ പെയിന്റ് ചെയ്യും. എനിക്കതൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഓർമ്മകളാണ് കേട്ടോ. അതൊക്കെ അമ്മ ഓണത്തിന് മുന്നേ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെയിലത്തൊക്കെ വെച്ച് ഉണക്കി റെഡിയാക്കി. പിന്നെ തൃശ്ശൂരുള്ള വൈബ് ഞാനിത് പല വീഡിയോസിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇന്നലെ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പാറമേക്കാവിൻ്റെ മുന്നിൽ ഞാൻ കുറേ ഫ്ലവർ ഷോപ്പുകൾ കണ്ടു എന്നല്ലാണ്ട് ഞാൻ ഉള്ളിലോട്ട് ചിലപ്പോൾ എൻ്റെ തെറ്റി ഞാൻ ഉള്ളിലോട്ട് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. തേക്കിൻകാട് ആ ഭാഗത്ത് പോകുമ്പോൾ തെക്കേ ഗോപുരനടയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി ഒന്ന് ജസ്റ്റ് തൊഴാറൊക്കെ ഉണ്ട്. പക്ഷെ കച്ചവടക്കാരുടെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ തൃശ്ശൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. വൈകുന്നേരമൊക്കെ ആണെങ്കിൽ നല്ല രസമാണ്. പകല് പോയാൽ നല്ല വെയിലല്ലേ. പിന്നെ കുറേ കമ്മലിൻ്റെ നമുക്ക് ഓണത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും തന്നെ അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് പിള്ളേരുടെ ഫുഡ് ഐറ്റംസ് ഇല്ലാണ്ട് ഇരിക്കില്ലല്ലോ. സർബത്ത്, പിന്നെ പാനിപ്പൂരി, ബജികൾ, അങ്ങനത്തെ ഷോപ്പുകളുണ്ട്. പിന്നെ മൺകലങ്ങളുടെ ഒരുപാട് ചേച്ചിമാരുണ്ട്. ഒരുപാട് തരം വെറൈറ്റി പാത്രങ്ങളും ഉണ്ട്. എനിക്ക് മൺകലം ഒരെണ്ണം മേടിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ തൃക്കാരപ്പരയൊക്കെ പിടിച്ചിട്ട് ഞങ്ങൾ നടക്കണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് മേടിക്കാൻ എനിക്ക് സമയം പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ അത്രയും കൊള്ളില്ലായിരുന്നു കയ്യിൽ. അതുകൊണ്ട് നല്ല മിനിയേച്ചർ പോലെ തൃക്കാരപ്പനൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ പിള്ളേർക്ക് ഈ കടലയുടെ എന്നിട്ട് ചുണ്ടൽ അത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നല്ല ഫ്ലേവർ അല്ലായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ സ്പൈസ് മസാല ഉണ്ടായിരുന്നില്ല. അവർക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് അവർക്ക് അത് തന്നെ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങളിവിടെ ഇരുന്നു കേട്ടോ. ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. തൃശ്ശൂർ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും അവിടെ പോയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.
കാരണം പുറത്തുനിന്ന് പഠിക്കാൻ വരുന്ന പിള്ളേരൊക്കെ ഇഷ്ടം പോലെ അവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ റൗണ്ടിലോട്ട് നോക്കിയിരിക്കുന്നു ഒരു പ്രത്യേക സുഖം. എത്ര നേരം വേണമെങ്കിലും നമുക്ക് അവിടെ അങ്ങനെ ഇരിക്കാം കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളൊരു കുളിക്ക് സർബത്തും ഒരു പാനിപ്പൂരിയൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ വീണ്ടും നടന്നു. കുറച്ച് കമ്മൽ വാങ്ങിച്ചു. പിന്നെ പൂക്കളുടെ സെക്ഷനിലേക്കൊക്കെ പോകുമ്പോണ്ടല്ലോ നമ്മുടെ കണ്ണ് തള്ളിപ്പോ പൂക്കളൊക്കെ ഇങ്ങനെ ഭാര്യ ഇട്ടേക്കാണ്. ഒന്നും തന്നെ വാങ്ങിയില്ലെങ്കിലും ഈ കാഴ്ചകൾ കാണാൻ തന്നെ നല്ല രസമാണ്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ മിസ് ചെയ്യരുതേ. ഇപ്പോൾ ഇനി ഓണം അടുക്കാറായില്ലേ, വെറുതെ ഒന്ന് ഔട്ടിങ്ങിനൊക്കെ ഇറങ്ങുമ്പോൾ ഒന്ന് ഇവിടെ നടന്നൊന്ന് കറങ്ങി കണ്ടു കഴിഞ്ഞാൽ നല്ലതാണ്. നമുക്ക് അത്ര വലിയ റേറ്റൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓണത്തിന് നമ്മുടെ ബേസിക് വേണ്ട സംഭവങ്ങളാണ് സാരി, അല്ലെങ്കിൽ ഓണക്കോടി, കുപ്പിവളകൾ, അല്ലെങ്കിൽ ഓർണമെൻറ്റ്സ് സാധനങ്ങൾ എല്ലാം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ കറി വെക്കാനുള്ള വൺകലങ്ങൾ, പിന്നെ തവികൾ, എന്താ പറയുക, അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. പിന്നെ നല്ല വീട്ടിലെടുക്കുന്ന പോലത്തെ ഖാദിയുടെ മുണ്ടുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒക്കെ ചേട്ടന്മാരവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. ഞാൻ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വാങ്ങിക്കാൻ പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊന്നും പോയി നോക്കിയൊന്നുമില്ല കേട്ടോ. അബ്ചേട്ടൻ പക്ഷെ നോക്കിയേനെ, പക്ഷെ അബ്ചേട്ടൻ വന്നിട്ടില്ല കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അബ്ചേട്ടൻ ഓഫീസിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോയി. അബ്ചേട്ടനാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നടന്ന് കാണാൻ അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ആദ്യക്കുട്ടനും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. പിന്നെ അവൻ ഞങ്ങളുടെ കൂടെ വന്നായിരുന്നു. ആമിക്കൊക്കെ ഇങ്ങനത്തെ ഇഷ്ടമാണ് കേട്ടോ. അത് ഇങ്ങനത്തെ കാര്യത്തിൽ ഞാൻ ആമിക്കോ ഒരേ ടേസ്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പൂക്കളുടെ സെക്ഷൻ എന്ന് പറയുമ്പോൾ നിറച്ച് പൂക്കൾ തന്നെയാണ്. വേറെ കടകളൊന്നും ഇതിൻ്റെ ഇടയിൽ വരുന്നില്ല. ഇത് ശരിക്കും പാറമേക്കാവിൻ്റെ തൊട്ട് മുന്നിലായിട്ടുള്ള ഒരു സെക്ഷനിലാണ് കേട്ടോ പൂക്കളുടെ ഇത് വരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അത് കണ്ട് നോക്കിയ വൈലറ്റ് പൂവൊക്കെ എടുക്കുന്നുണ്ടാവും. എന്ത് രസമാണ്. അത് ഡാർക്ക് വൈലറ്റും ഉണ്ടായിരുന്നു, ലൈറ്റ് വൈലറ്റും ഉണ്ടായിരുന്നു. അത് എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞുകൂടാ. അങ്ങനെ 2 കളർ തന്നെ അതിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കുറെ വാരിട്ട് കാണുമ്പോൾ നമുക്ക് പ്രത്യേക സന്തോഷമല്ലേ. വന്ന വഴിയല്ല കേട്ടോ, വേറെ വഴിയാണ്. ഇങ്ങനത്തെ ആൾക്കാരെ നിന്നാണ് ഈ കടലൊക്കെ വാങ്ങിച്ചത്. ഞങ്ങൾ ഒരെണ്ണം തന്നെ മേടിച്ചുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. സാധാരണ ശിവരാത്രിക്ക് വന്ന് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഒരുപാട് സ്റ്റോളുകൾ മിസ്സായി ഉണ്ടാവും. ഇത് കച്ചവടക്കാരെ പോലെ അങ്ങനെ അവർ വന്നിട്ട് ഇതൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാട്ടോ. കമ്മലിൻ്റെ ആണ് ഒരുപാട് നമ്മുടെ ഒരു ഫേവറേറ്റ്, എൻ്റെയൊക്കെ ഫേവറേറ്റിൽ വരുന്ന കമ്മലുകളുടെ ഷോപ്പുകൾ ഒരുപാട് കണ്ടായിരുന്നു. പക്ഷെ ആദ്യം കണ്ടതിനേക്കാളും ഞങ്ങൾ എൻഡിങ് പോയിന്റിൽ എത്തിയപ്പോഴാണ് അവിടെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ആദിക്ക് അങ്ങനെ ഒരു ഐറ്റം കിട്ടി. സാധാരണ എവിടെ പോയാലും ആദിക്ക് പറ്റുന്ന ഒരു ഐറ്റം കിട്ടാറില്ല. അപ്പൊ അവന് ബ്ലാക്ക് മുട്ടിന്റെ ഒരു ബ്രേസ്ലെറ്റ് അങ്ങനെ അതൊക്കെ മേടിച്ചു. പിന്നെ കണ്ടോ ഇതൊക്കെ നമുക്ക് ഐറ്റംസ് മനസ്സിലാവില്ല. ഇങ്ങനത്തെ മാലകള്, പിന്നെ മറ്റേ ഗോൾഡൻ കളറിലുള്ള ഓരോ ഐറ്റംസ്, അങ്ങനത്തെ കണ്ടിട്ട് ഇമിറ്റേഷൻ ഗോൾഡ് എന്നല്ല ഇന്ന് പറയണ്ടേ, പൂരപ്പറമ്പിലൊക്കെ കാണുന്ന പോലത്തെ ഐറ്റംസ്. പിന്നെ പൊരി അങ്ങനത്തെ ഐറ്റംസ് വിൽക്കുന്ന കടകളുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മാലയില്ലേ, ഈ ടൈപ്പ് മാല, അത് എവിടെ പോയാലും ഗുരുവായൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇഷ്ടം പോലെ സ്റ്റോളുകൾ പോലത്തെ സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ കമ്മലുകൾ എഴുതി വെച്ചേക്കണ 10 കമ്മലിന് 20 രൂപ. നോക്കിയപ്പോൾ സ്റ്റഡാണ് ഒരേപോലത്തെ ഒരു പാക്കറ്റ് സ്റ്റഡിന് 20 രൂപ. പിന്നെ പറയേണ്ട വലിയൊരു കാര്യം എന്താ വെച്ചാൽ അവിടെ ഭയങ്കര സേഫാണ് കേട്ടോ. അതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഒരുപാട് പോലീസുകാർ അവിടെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ പോലീസ് വണ്ടി ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ അവിടെ. എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഞാൻ പിള്ളേരെയും കൊണ്ടായാലും പോയത്. പിന്നെ അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 6:30-7 മണിക്ക് ആവാറായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അവിടെ ഒരു സേഫ്റ്റി കുറവും കാര്യങ്ങളും തോന്നിയില്ല കേട്ടോ. കണ്ടോ എല്ലായിടത്തും പോലീസുകാർ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ ദേ നോക്കിയേ കമ്മൽ, ചിലയിടത്തൊക്കെ നല്ല കളക്ഷൻ ഉണ്ട്. ചിലതൊന്നും എനിക്ക് ഇപ്പോൾ കമ്മലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി കണ്ടാലേ ഞാൻ വന്ന് വീഴാറുള്ളൂ ഇപ്പോൾ. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും നല്ല കളേഴ്സിൽ വല്ല കമ്മലുകൾ കണ്ടാൽ ഞാൻ പോയി എടുക്കാറുണ്ട്. പക്ഷേ ഈ കടയിൽ ഞങ്ങൾ ലാസ്റ്റ് കയറിയതാണ്. ഇവിടെ നിന്നാണ് ഒരു 3 കമ്മൽ ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു. നല്ലതാണെന്നു കേട്ടോ. എനിക്കിപ്പോൾ ഓണം സെലിബ്രേഷനൊക്കെ ഇടാൻ ഞാൻ വിചാരിച്ചൊരു കളർ തീമിലൊക്കെ ആ കമ്മൽ എനിക്ക് കിട്ടി. അങ്ങനെ പിന്നെ ഞങ്ങൾ നടത്താൻ അവസാനിപ്പിച്ചു. കാരണം ആദ്യക്ക് മതിയായി എന്ന് പറഞ്ഞു. എനിക്കും ഇതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് എൻ്റെ കൈയും വേദനിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. കാരണം ഇത് വീണ് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് വീണാൽ പൊട്ടുമല്ലോ. അതുകൊണ്ട് തന്നെ ഹാൻഡിൽ വിത്ത് കെയർ തന്നെ നോക്കണം. അങ്ങനെ പിന്നെ ഞങ്ങൾ റൗണ്ടിൽ കയറി. റൗണ്ടിലത്തെ കണ്ടോ കാഴ്ചകളും. നമ്മുടെ പാറമേക്കാവിൻ്റെ സൈഡിലേക്ക് പോകുമ്പോൾ ചേച്ചിമാരൊക്കെ പൂവും ഇതൊക്കെ കവറും കൊണ്ട് നീട്ടിയിട്ടാണ് വിൽക്കുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, കച്ചവടക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഓണം എന്ന് പറയുമ്പോൾ കച്ചവടക്കാരുടെ സമയം തന്നെയല്ലേ അല്ലേ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടോ. അങ്ങനെ ഞങ്ങളിതേ തൃശ്ശൂർ റൗണ്ടിലൊന്ന് ചുറ്റി തിരിച്ച് വീട്ടിലേക്ക് പോന്നേ.
ഉപ്പുതൊട്ട് കർപ്പൂരം വരെ ഇത് ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അവിടെ കിട്ടാത്ത കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനും ആമി ആദ്യം കൂടെ റിലയൻസിലേക്ക് പോയിട്ടോ. നമ്മുടെ കിഴക്കേ കോട്ടയിൽ അവിടെ റിലയൻസ് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. നമ്മുടെ സെലക്സ് മോളിൻ്റെ തൊട്ടപ്പുറത്ത് സെലക്സ് മോളൊക്കെ കണ്ടോ നല്ല രസമായിട്ട് ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ആഴ്ച തന്നെ 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ റിലയൻസിൽ പോകുന്നത്. മെയിനായിട്ട് എന്താ വെച്ചാൽ ലിസ്റ്റ് ഒന്നും എഴുതാണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ 1, 2, 3 സാധനങ്ങളായിട്ട് പോയി മേടിക്കന്നെ. പിന്നെ തിരക്കുണ്ടായിരുന്നു, കാരണം ആൾക്കാരൊക്കെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ച് പോകുന്നത്. അപ്പോൾ ബില്ല് ഇത് വരുമ്പോൾ അത്യാവശ്യം സമയം അവിടെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ഐറ്റംസ് ഇനി വാങ്ങിക്കാണ്ടായിരുന്നുള്ളൂ. ഞാൻ അതുകൊണ്ട് ബാസ്ക്കറ്റ് ഒന്നും എടുത്തില്ല. പിന്നെ ആമി ആദ്യം ഉണ്ടല്ലോ, അവരൊക്കെ കയ്യിൽ കൊടുക്കാതെ കരുതി ഞാൻ ബാസ്ക്കറ്റ് ഒന്നും എടുത്തില്ല കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഐറ്റംസൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോകാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ കവർ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് അഭിച്ചേട്ടൻ വിളിച്ചത്. അപ്പോൾ അഭിച്ചേട്ടൻ കിഴക്കേ കോട്ടയിൽ അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അഭിച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ നിൽക്ക്, ഇങ്ങോട്ട് വായോ, അപ്പോൾ ഈ ഐറ്റംസൊക്കെ കാറിൽ കൊടുത്തു വിടാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ആമി ചോക്കോപ്പൊയ്യൊക്കെ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാര ഞാൻ അവിടെ നിന്ന് ലൂസായിട്ട് വാങ്ങിക്കാറില്ല മെയിനായിട്ട്, പക്ഷെ കയ്യിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ അടിഭാഗം ആയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ആമിയുടെ അടുത്ത് പറഞ്ഞു വേണ്ട ആമി അത് വേണ്ട, നമുക്ക് പോയി പാക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് കണ്ടോ കൈ നിറച്ച സാധനങ്ങളാണ്. പിന്നെ ഇന്ന് അവർ ലേസ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ മേടിക്കണ്ടെന്ന് പറഞ്ഞതാ. എനിക്കിഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷെ അത് അത്ര ഹെൽത്തി അല്ലല്ലോ എന്ന് കരുതി ഞാൻ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറില്ല. ഇത് 2 പേരുള്ളതുകൊണ്ട് അതന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ലാസ്റ്റ് എനിക്കൊരു പാക്കറ്റ് വാങ്ങിച്ച് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ അതെ ബില്ല് ചെയ്യണ സെക്ഷനിലേക്ക് പോയിട്ടോ. ബില്ല് ചെയ്യാനൊക്കെ അത്യാവശ്യം സമയം എടുക്കുന്നുണ്ടായിരുന്നു. എല്ലാവരുടെ കയ്യിലും കുറേ ഐറ്റംസ് ഉണ്ട്, ഓണ പർച്ചേസ് ആണല്ലോ എല്ലാവർക്കും. അങ്ങനെ ഈ വീഡിയോ ഒക്കെ ആമി കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഒരു പഞ്ചസാര പാക്കറ്റ് എടുക്കാൻ പോയതിൻ്റെ വീഡിയോ വരെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാറിൽ വന്നപ്പോഴേ ഒരാൾ ആർട്ടിക്കയിൽ നിന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഞങ്ങൾക്ക് നേരെ നീട്ടി ഇന്നാ വേണോ കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നല്ല അതൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നില്ല. അത് പിന്നെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഞങ്ങൾ കാറിൽ ഇട്ട് കൊടുത്തിട്ട് ഞാനും ആമിയും കൂടെ ആക്റ്റീവയിൽ തിരിച്ച് വീട്ടിലേക്ക് പോരാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ 1.5 നടത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നന്നായി ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കാറ് കണ്ടപ്പോൾ ഞാൻ വേഗം കാറിൽ കയറിയിരുന്നു കേട്ടോ. അപ്പോൾ അഭിചേട്ടൻ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ആമി ലേസിൻ്റെ പാക്കറ്റൊക്കെ പൊട്ടിച്ചു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ലേസൊക്കെ കഴിച്ചിരുന്നു. പിന്നെ ആർക്കും തന്നെ അങ്ങനെ വലിയ കാര്യമായിട്ട് വിശക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളങ്ങനെ വലിയ ഹെവി ഫുഡൊന്നും തന്നെ കഴിച്ചിട്ടില്ല. പക്ഷേ കുഞ്ഞിതായാലും കഴിച്ചുകൊണ്ട് അങ്ങനെ വിശക്കുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും പുറത്തുനിന്ന് കഴിച്ചിട്ടൊക്കെ പോയേനെ. പക്ഷേ അങ്ങനെ ഒന്നും കഴിച്ചൊന്നുമില്ല കേട്ടോ. വരുമ്പോൾ വെൽക്കം ചെയ്യാൻ ക്യാമറ ലൈറ്റ് ഓൺ ആക്കും. ലൈറ്റ് ഓൺ ആക്കിയ ഗേറ്റ് അടക്കണ്ടല്ലേ? ചിലപ്പോ തറവാട്ടിയെ കയറി ഉണ്ടാവും. ഈശ്വരാ വാതിൽ തുറക്ക്. പാപ്പൻ ആമിക്ക് തന്ന വാച്ച് കാസിയോന്റെ വാച്ച് ആമിക്ക് സ്കൂളിൽ പോകുമ്പോൾ കെട്ടാനായിട്ട്. ഇറ്റ്സ് ഗുഡ്. ദിസ് ഇസ് എ സ്മാർട്ട് വാച്ച്. പക്ഷെ അവന്റെ കൈമലിക്ക് ഭംഗിയുണ്ട് കേട്ടോ. വലുതാണെങ്കിലും ഭംഗിയുണ്ട്. മേടിച്ച കമ്മലാണ് ഗൈസ്. നോക്കിയേ എങ്ങനെയുണ്ട്? കണ്ടു വെച്ച കമ്മല്. പിന്നെ ഇതൊരെണ്ണം നിനക്ക് ചെറിയ പൈസ ഉള്ളൂ കേട്ടോ. 50 രൂപ. പക്ഷെ ഇതിന് ശരിയാ, ഇതിന് 30 രൂപ. പിന്നെ ഇതിന് 50 രൂപ. പിന്നെ ഇതിനാണ് നോക്കിയത് ഡ്രസ്സിലാണ്. എവിടെ കല്ലൊന്നും പോയിട്ടില്ല. വെറുതെ വരുന്ന പറയാല്ലേ.
50 രൂപയുടെ കമ്മലാണ് കേട്ടോ. 50 രൂപയുടെ കമ്മലാണ്. പിന്നെ ഇതും 20 രൂപയുടെ. ഇല്ല, പുറത്തേക്ക് ഓപ്പറേഷൻ പുറത്തേക്ക് വെക്കണ്ടേ. തൃപ്പാരൊക്കെയാണ്. കുഴപ്പമൊന്നുമില്ല. ഡിഫറെൻറ്റ് വൺ. ഇങ്ങനത്തെ കമ്മലില്ല, നീളനെയുള്ള ജിംക്കില്ല. ഞാൻ കൂടുതൽ നല്ല ഡുണ്ടുമണി ജിംക്കുകളെ മേടിക്കാറ്. ഇത് കുറച്ച് നീളനെയാണ്, പക്ഷെ രസമുണ്ടല്ലേ. അടുത്ത കമ്മലിട്ട് കാണിക്കട്ടെ. ആരാ? വൈഷ്ണവി. ഒന്നുകൂടി പാടിയേ. വൈഷ്ണവല്ല, ഭൈരവി. ഞാൻ പറയാറില്ലേ ആദിയുടെ ഒരു പാരഡി ഗാനം ഉണ്ടാക്കാനുള്ളൊരു കഴിവിനെ പറ്റിയിട്ട്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മളിങ്ങനെ ഇട്ട് നോക്കുമല്ലോ. അപ്പോൾ കമ്മലുകളൊക്കെ വാങ്ങിച്ചത് ഞാൻ മാറി ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കമ്മൽ. പക്ഷെ ഇപ്പം ഞാൻ മൊത്തത്തിൽ കമ്മൽ വാങ്ങിക്കലൊക്കെ കുറവാണ് കേട്ടോ. എനിക്കങ്ങനെ ഇഷ്ടപ്പെടുന്ന കമ്മലുകൾ കാണൽ കുറവാണ്. ഇപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഞാൻ വലിയ കമ്മലുകൾ എനിക്ക് ഇഷ്ടപ്പെടുന്നിരുന്ന ഞാൻ ഇപ്പോൾ ആ ഒരു മറ്റേ ജൈജാൻറ്റിക് വലിപ്പത്തിലുള്ള സംഭവങ്ങളോടുള്ള ഇഷ്ടം എൻ്റെ ഇപ്പോൾ കുറഞ്ഞേക്കാണ് കേട്ടോ. അങ്ങനെ പിന്നെ സനു ഷഞ്ജിനി പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ അബ്ചേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ അബ്ചേട്ടൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ അവർ വന്നപ്പോൾ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ് സാധനങ്ങളൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് കത്തി വെച്ച് പ്രസംഗിക്കുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ, യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എന്തൊക്കെ ടോപ്പിക്കാണാവോ സംസാരിക്കേണ്ടായിരുന്നത്. എനിക്കിപ്പോൾ ഒരു ബോധം. അങ്ങനെ ഇത്തവണത്തെ ഓണം കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് അനിക്കുട്ടനും ഉണ്ട്, സനും ഉണ്ട് കേട്ടോ. പക്ഷെ ഒരു വിഷമമുള്ളതെന്ന് വെച്ചിട്ട് അമ്മയുടെ കഴുത്ത് വേദനയുടെ ഒരു ഫിസിയോതെറാപ്പി നടക്കുന്നതുകൊണ്ട് അമ്മ ഹോസ്പിറ്റലിലാണ്. അതാണ് ഇപ്പോഴത്തെ ഒരു വിഷമം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കാനായിട്ട് അവരുടെ ഒരു 11 മണിക്ക് അവറായിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അവർ തിരിച്ചു പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് തൃശ്ശൂരിലത്തെ ഓണവിശേഷങ്ങളും കാര്യങ്ങളും ഓണക്കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.